കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷും നിധിയും നികേഷിന്റെ അമ്മയെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും കിളിക്കൂട്ടിലും സന്തോഷം നിറയുകയാ. പക്ഷേ ഭാസ്കരനെ അവരുടെ വരവ് അത്ര പിടിക്കുന്നില്ല. അമ്മ തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും നികേഷ് ഇമോഷണൽ ആവുമ്പോഴേക്കും അമ്മയും സ്നേഹത്തോടെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും അമ്മയോടൊപ്പം ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോഴും നികേഷ് ഇമോഷണലോടെ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തിയപ്പോഴെല്ലാം അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് താൻ സുഭാഷ് ഏട്ടനോട് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നുവെന്നും ഏട്ടത്തിയമ്മ വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റമുണ്ടായതെന്നും നികേഷ് പറയുമ്പോഴേക്കും അത് വിട്ടേക്ക്, ഞാനിപ്പോ വന്നില്ലേ കഴിക്കുന്ന അവന്റെ അമ്മയും പറയുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഫുഡ് ഉണ്ടാക്കിയത് സുഭാഷ് ആണെന്നറിഞ്ഞ് അവരവനെ അഭിനന്ദിക്കുന്നുണ്ട്. സുധീഷും അവരോടായി ഇനി മുതൽ ഇവിടെ താമസിക്കണമെന്നും വേറെങ്ങോട്ടും പോവരുതെന്നും പറയുമ്പോഴേക്കും അവരും സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാ. അപ്പോഴാണ് സുഭാഷ് അമ്മയെ എവിടുന്നാ കണ്ടെത്തിയതെന്ന് ചോദിക്കുന്നത്. അവരമ്മയെ കണ്ടെത്തിയതെല്ലാം പറയുമ്പോഴേക്കും അമ്മ ആരുടെ കൂടെയാ താമസിച്ചിരുന്നെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്ക് നികേഷ് അല്ലാതെ വേറെ ആരുമില്ലെന്നും താൻ തനിയെയാണ് ഇത്രയും കാലം താമസിച്ചിരുതെന്നും അവർ പറയുന്നുണ്ട്. അത് കേൾക്കെയാണ് സുധീഷും കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് സംശയത്തോടെ ആലോചിക്കുന്നത്. അത് ചിലപ്പോ അവരുടെ ഏതെങ്കിലും റിലേറ്റീവ് ആവുമെന്നും അവൻ ചിന്തിക്കുകയാ. അങ്ങനെ തനിച്ചു താമസിച്ച് കഷ്ടപ്പെടേണ്ടെന്നും ഇനി മുതൽ ഇവിടെ താമസിച്ചാൽ മതിയെന്നും സുഭാഷ് പറയുമ്പോഴേക്കും നാളെ മുതൽ താൻ ഫുഡെല്ലാം ഉണ്ടാക്കിക്കോളാമെന്ന് അവരും സന്തോഷത്തോടെ പറയുകയാ. ആ കാഴ്ച കണ്ട് അങ്ങോട്ടെത്തുന്ന ഭാസ്കരനും അവരെ കണ്ട് ദേഷ്യത്തോടെ വഴക്കു പറഞ്ഞ് ഇറങ്ങി പോവാനൊക്കെ പറയുന്നുണ്ട്. ഒരു സീനുണ്ടാക്കാതെ അച്ഛൻ പുറത്തു പോയെന്ന് സുധീഷും നികേഷിന്റെ സന്തോഷം ഇല്ലാതാക്കരുതെന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ ഭാസ്കരനും ഇത്രയും കാലം ഇവൾ എവിടെയായിരുന്നു, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളല്ലേന്ന് കുറ്റപ്പെടുത്തുകയാ. നിധിയും ദേഷ്യത്തോടെ ഇവരെവിടെയാ താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ, പിന്നെന്താ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരാതിരുന്നത്? അവര് വഴിയിൽ വെച്ച് കണ്ട സമയത്ത് 2 തവണ ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ അത് അവരല്ലേ എന്നും അവരീ നാട്ടിൽ തന്നെ ഉണ്ടോ എന്നും. അവരീ നാട്ടിലുണ്ടെന്ന് അറിയാമായിട്ടും നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. അവരിങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ഇനി ഒരു വിഷയമേ അല്ല. നികേഷ് ഇപ്പോ നല്ല സന്തോഷത്തിലാ, അവനെ സങ്കടപ്പെടുത്തരുത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവളെ പറ്റി അറിയാഞ്ഞിട്ടാ ഇത്ര നാളും സ്വന്തം മകനോടില്ലാത്ത സ്നേഹം ഇപ്പൊ ഇവിടുന്ന് വന്നു. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവളെ പറഞ്ഞുവിടുന്ന ഭാസ്കരൻ വീണ്ടും വഴക്കു കൂടുന്നുണ്ടെങ്കിലും സുധീഷ് ഹരീഷിനോടായി അച്ഛനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായി പറയുമ്പോഴേക്കും ഹരീഷും അച്ഛനെ ഉമ്മറത്തേക്ക് പിടിച്ചു വലിച്ചോണ്ട് പോവുകയാ. പിന്നീട് മുറ്റത്തിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഭാസ്കരന്റെ അരികിലെത്തി നിധി നികേഷിന്റെ അമ്മയോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങളുടെ വൈഫ് കുറെ വർഷത്തിനു ശേഷം വീട്ടിലേക്ക് വന്നതല്ലേ, അവരെ കണ്ടാൽ നിങ്ങൾ സന്തോഷമാവുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? അച്ഛൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ഞാൻ വിചാരിച്ചതേയില്ല. ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നാട്ടുകാരെല്ലാവരും നിങ്ങൾ അവരെ കൊന്നെന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ നികേഷിന്റെ അമ്മ തിരികെ വന്നതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞതെല്ലാം കള്ളമായില്ലേ? ഇനി ആരും നിങ്ങളെ തെറ്റുകാരനായി കാണുകയില്ല. അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അല്ലെങ്കിൽ അത് പോട്ടെ, നികേഷിനെ കണ്ടില്ലേ, അമ്മയെ കണ്ടതും അവൻ എത്ര സന്തോഷത്തിലാ. അതൊരു നല്ല കാര്യമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇപ്പോ എല്ലാം നല്ല സന്തോഷം തന്നെ ആയിരിക്കും, പക്ഷെ ഒരു ദിവസം അതില്ലാതാവും, എനിക്കുറപ്പാ എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് ദേഷ്യം വരാൻ എന്താ കാരണം? ഇങ്ങനെ നെഗറ്റീവായി ഓരോന്ന് പറയുന്നത് എന്തിനാ? അവർ തിരികെ എത്തിയത് ഒരു നല്ല കാര്യമല്ലേ? അച്ഛന്റെ ചീത്തപ്പേരും മാറിക്കിട്ടും. ഇതുവരെ ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ലെന്ന് പറഞ്ഞവരുടെ വായടപ്പിക്കുന്ന പോലെയാവും അത്. അമ്മ തിരിച്ചു വന്നതിൽ നികേഷിന് എത്രമാത്രം സന്തോഷമുണ്ടെന്നറിയാമോ? ഇങ്ങനെയൊരു നല്ല കാര്യം നടന്നിട്ട് അച്ഛൻ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഭാസ്കരൻ ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. പിന്നീട് രാവിലെ ആവുമ്പോ ഭാസ്കരൻ ഉമ്മറത്തെ കട്ടിലിരുന്ന് ബീഡി വലിച്ചോണ്ടിരിക്കുക. നികേഷിന്റെ അമ്മ അടുക്കളയിൽ പാചകത്തിലായിരുന്നു. അടുക്കളയിൽ എത്തുന്ന നിധിയോടവർ ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് നിധി പറയുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് പറയുമ്പോഴേക്കും ചായ മതിയെന്ന് നിധിയും സുധീഷും കൂട്ടരുമെല്ലാം എഴുന്നേൽക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങി വരികയായിരുന്ന സുഭാഷ് അടുക്കളയിൽ എത്തുമ്പോഴേക്കും അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയെ കണ്ട് അമ്മ എന്തിനാ ഇതെല്ലാം ചെയ്ത്, ഞാൻ ചെയ്യുമായിരുന്നല്ലോ, ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ലെന്നും താൻ ചെയ്തോളാമെന്നും അടുക്കള ജോലി ചെയ്യുന്നത് ഒരാശ്വാസമാണെന്നും അവരും പറയുന്നുണ്ട്. നിധിയും സുഭാഷിനോടായി താൻ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ കേൾക്കുന്നില്ലെന്ന് പറയുമ്പോഴേക്കും ഈ വീട്ടിൽ ആരാ കുക്കിംഗ് എല്ലാം ചെയ്യുന്നെന്ന് അവരും ചോദിക്കുന്നുണ്ട്. താനാണെന്ന് സുഭാഷ് പറയുമ്പോ എന്താ നീ ഒന്നും ഉണ്ടാക്കാറില്ലെന്ന് നിധിയോട് അവരും. നിധി എന്തു പറയണമെന്നറിയാതെ നിൽക്കുമ്പോഴേക്കും
അങ്ങനെയല്ല, നിധിയും കൂടാറുണ്ട്, ചിലപ്പോ അനിയന്മാരും കൂടും എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷിനും ചായ തന്നെ മതിയല്ലോ എന്ന് ചോദിച്ച് അവർ സുഭാഷിനും ചായ എടുക്കുകയാ. അപ്പോഴേക്കും സുധീഷും ഹരീഷും നികേഷും എല്ലാം ഫ്രഷായി ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. നികേഷിന്റെ അമ്മ അങ്ങോട്ട് വന്ന് നികേഷിനെ കുടിക്കാൻ പാലെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും താനും ചായ തന്നെ കുടിക്കാറെന്ന് നികേഷും. കുട്ടികൾക്ക് എല്ലാവർക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞ് അവരും അടുക്കളയിലേക്ക് പോവുകയാണ്. നികേഷ് ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന അമ്മയുടെ വിചാരമെന്ന് ഹരീഷും അവനെ കളിയാക്കുന്നുണ്ട്. നികേഷും സന്തോഷത്തോടെ താൻ അമ്മ ചായ ഉണ്ടാക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കള വാതിൽക്ക് ചെന്ന് സന്തോഷത്തോടെ അത് നോക്കിക്കൊണ്ട് നിൽപ്പാ. പിന്നീട് അവർ എല്ലാവർക്കും ചായ കൊടുത്ത് ഉമ്മറത്തിരിക്കുന്ന അച്ഛനും കൊടുത്തേക്കാമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ടെന്നും അച്ഛൻ ദേഷ്യത്തിലാണെന്നും ഈ സമയത്ത് പോവേണ്ടെന്നും നിധി പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നാൽ എങ്ങനാ? അതെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവർ ചായയുമായി ഭാസ്കറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഉമ്മരത്തെ കട്ടിലിൽ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്ന ഭാസ്കറിന്റെ അടുത്തേക്ക് ചായയുമായി എത്തി ചായ കൊടുക്കാനായി തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം അത് ദേഷ്യത്തോടെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ബഹളം കേട്ട് സുധീഷും കൂട്ടരും ഉമ്മറത്തേക്ക് ഓടി എത്തുന്നുണ്ട്. ഭാസ്കറിന് ദേഷ്യത്തോടെ എന്തിനാടി നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവൾ ചായയുമായി വന്നിരിക്കുന്നു, ഇതെന്താ നാടകമാണോ? ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഓടിയെത്തുന്ന സുഭാഷും എന്താ അച്ഛ ഇതെല്ലാം? ഞാനും കാണുന്നുണ്ട്, അച്ഛൻ കുറച്ച് ഓവറാണ് എന്ന് പറയുമ്പോഴേക്കും സുധീഷും ഞങ്ങൾ അവരെ കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ, ഒരു സീനുണ്ടാക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ, മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് പറഞ്ഞ് നിധി എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞു വിടുകയാ. നികേഷും അച്ഛന്റെ അരികിലേക്ക് വന്ന് നിങ്ങൾ എന്താ വിചാരിച്ചത്, അതെന്റെ അമ്മയാ എന്ന് ദേഷ്യത്തോടെ പറയുമ്പോ പോടാ എന്ന് ഭാസ്കരനും. എന്ത് പോടാന്ന്, എന്റെ അമ്മ ഇത്ര വർഷം കഴിഞ്ഞ് വന്നതല്ലേ, അതും നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ലല്ലോ, എന്റെ സുധീഷേട്ടനും ഏട്ടത്തിയമ്മയും കൂടി കൊണ്ടുവന്നതല്ലേ. അമ്മയുടെ ഫോട്ടോ കണ്ട അന്ന് മുതലേ അമ്മ എവിടെയാണെന്ന് ഞാൻ എത്ര തവണ ചോദിച്ചു. അവർ എവിടെയാണെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങൾ എന്നോട് അത് പറഞ്ഞില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളാണ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്തിനാ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അന്ന് നിങ്ങൾ ഇറക്കി വിടുമ്പോ ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല, എന്റെ അമ്മയെ എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാനായി ഞാനുണ്ട്. അവരിനി മുതൽ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഭാസ്കരനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ആദ്യം നികേഷിനോടായി അമ്മ ഇനി മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, കോളേജിൽ പോവാൻ സമയമായെന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാ. അവർ ഹാളിലെത്തുമ്പോഴേക്കും നികേഷിന്റെ അമ്മയും ടെൻഷനോടെ അവിടെ ഇരിപ്പാ. അച്ഛൻ എന്താ അമ്മയോട് ഇത്ര ദേഷ്യമെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ല, കുറെ വർഷം കഴിഞ്ഞ് ഞാനിപ്പോ വന്നതല്ലേ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ നിങ്ങൾ ഇറക്കി വിട്ടതാണോ അതോ നിങ്ങൾ ഇറങ്ങിപ്പോയതാണോ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അവർ മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരിക്കുമ്പോഴേക്കും അമ്മ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ, അയാൾ തന്നെയാവോ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് സുധീഷും പറയുന്നുണ്ട്. നികേഷും സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ ഇനി മുതൽ അമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്, അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോഴേക്കും ആരാ ഇതിന് അമ്മയെ പറഞ്ഞു വിടുന്നേ, അമ്മ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് സുഭാഷും ഉറപ്പു നൽകുന്നുണ്ട്. നിധിയും നികേഷിനോടായി നികേഷേ നീ ടെൻഷൻ ആവാതെ സമാധാനമായിരിക്കെ, ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറയുക. നിധിയും ടെൻഷനോടെ ഇരിക്കുന്ന നികേഷിന്റെ അമ്മയോടായി അച്ഛൻ അങ്ങനെയെല്ലാം പറഞ്ഞത് തെറ്റിദ്ധരിക്കല്ലേന്ന് പറയുമ്പോഴേക്കും എനിക്ക് അയാളെ പറ്റി അറിയില്ലേ, അയാൾ പണ്ടേ അങ്ങനെയാ, ഞാൻ ഇതൊന്നും മനസ്സിൽ വെക്കാൻ പോകുന്നില്ല, എന്ത് പറഞ്ഞാലും ഒന്നും മറുപടി കൊടുക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ എന്റെ മോനെ എനിക്ക് കിട്ടിയില്ലേ, പിന്നെ ഞാൻ എന്തിനിവിടുന്ന് പോകണം, ഞാൻ ഉറപ്പായും എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് ടെൻഷനോടെ നിൽക്കുന്ന നികേഷിന്റെ അരികിലെത്തി വിഷമിക്കാതെ ഞാൻ എവിടെയും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്. സുധീഷും ദേഷ്യത്തോടെ ഇയാൾ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അച്ഛനെ കുറിച്ച് പറയുമ്പോഴേക്കും അത് വിട്ടേക്കെന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നീട് നികേഷ് കോളേജിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവനുള്ള ലഞ്ച് ബോക്സുമായി അവന്റെ അമ്മ അരികിലേക്ക് എത്തുന്നുണ്ട്. മുഴുവൻ കഴിച്ചിട്ടേ വരാവോ എന്നവർ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ഇതുവരെ സുഭാഷ് ഏട്ടനാണ് തന്നോണ്ടിരുന്നത്, ഇന്ന് അമ്മയാണ് തരുന്നത് എന്ന് പറഞ്ഞ് അവനും ഇമോഷണൽ ആവുകയാണ്. അപ്പോഴേക്കും ഓഫീസിൽ പോവാൻ റെഡിയായി നിധിയും അങ്ങോട്ടെത്തുകയാണ്. അവൾക്കുമുള്ള ലഞ്ച് ബോക്സ് കൊടുത്തുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ താൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്നും പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല, വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഈ ജോലിയെല്ലാം ചെയ്തു തീർത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ. അതൊന്നും കുഴപ്പമില്ലെന്നും ജോലി ചെയ്യാതിരുന്നാലാണ് പ്രശ്നമെന്നും നിങ്ങളുടെ സുഭാഷ് ഏട്ടൻ എവിടെയെന്നും ചോദിക്കുമ്പോഴേക്കും സുഭാഷും ജോലിക്ക് പോവാൻ റെഡിയായി അങ്ങോട്ടെത്തുകയാ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി സുഭാഷിന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അമ്മ എന്തിനാ ഇതെല്ലാം ചെയ്തത്, രാവിലെ ചായ ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ ജോലിയും തനിയല്ലേ ചെയ്തത്, അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് കഷ്ടമാണ് തോന്നുന്നതെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, അതെല്ലാം ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് സുധീഷിനോടായി സുധീഷിനും ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേണ്ടെന്നും താൻ കഴിക്കാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാറാണ് പതിവെന്നും ജോലി തിരക്കാണേൽ പുറത്തുനിന്ന് കഴിക്കുമെന്നും സുധീഷും പറയുന്നു. അപ്പോഴവരും സുധീഷിനോടും ഹരീഷിനോടുമായി കഴിക്കാൻ രണ്ടുപേരും കൃത്യസമയത്ത് വീട്ടിലെത്തണമെന്നും എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അവരും സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാണ്. ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട്, നികേഷേ അമ്മ വന്നതല്ലേ, ഇന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. അവൻ ലീവ് എടുക്കാനായി വിചാരിച്ചതാ, പക്ഷേ എക്സാം അല്ലേ,
പോയിട്ട് വരട്ടെ എന്ന് സുധീഷും. സുഭാഷ് അപ്പോഴേക്കും അമ്മയോടായി അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കണമെന്ന് പറയുമ്പോഴേക്കും തന്റെ നമ്പർ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് നിധിയും പറയുന്നു. ഒരു പ്രശ്നവുമില്ല, നമ്മുടെ വീടല്ലേ, ഞാൻ നോക്കിക്കോളാമെന്ന് അവരും. ടൈമായി, താൻ കോളേജിലാക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് വിളിക്കുമ്പോഴേക്കും നികേഷ് അമ്മയോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങുക. എക്സാം നന്നായി എഴുത്, സൂക്ഷിച്ചു പോയിട്ട് വായെന്ന് പറഞ്ഞ് അമ്മയും സന്തോഷത്തോടെ അവനെ യാത്രയാക്കുകയാ. ഹരീഷ് നികേഷിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും അവരുടെ അച്ഛനും ഉമ്മറത്തെ കട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അമ്മ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അമ്മയെ തനിച്ച് വീട്ടിൽ നിർത്തുന്നതിന്റെ ആശങ്ക സുഭാഷ് നിധിയുമായി പങ്കുവെക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്നിറങ്ങിയ അച്ഛനും അമ്മയും തനിച്ചല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ അതോ അച്ഛന്റെ ദേഷ്യത്തോടുള്ള പെരുമാറ്റം കാരണം അമ്മ ഇറങ്ങിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല. ഇത് രണ്ടുപേരും സംസാരിച്ചാലേ റെഡിയാവും. രണ്ടുപേരും തനിയെ ഇതിനെപ്പറ്റി സംസാരിച്ച് നോർമൽ ആവട്ടെ എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷും അത് സമ്മതിച്ച് അമ്മയോടും യാത്ര പറഞ്ഞ് ജോലിക്കിറങ്ങുകയാ. സുധീഷും നിധിയോടായി നിധി എങ്ങനെയാ പോകുന്നത്, ബൈക്കിലാണോ അതോ ബസ്സിലാണോ എന്ന് ചോദിക്കുമ്പോൾ നല്ല വെയിലാണ്, ലേറ്റായി, സുധീഷ് എന്നെ ഡ്രോപ്പ് ചെയ്യാമോ? അയ്യോ, സുധീഷിന് പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞിരുന്നല്ലേ, മറന്നുപോയി എന്ന് പറയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ അതൊന്നും കുഴപ്പമില്ല, നിധിയുടെ ഓഫീസ് ഞാൻ പോകുന്ന വഴിക്കല്ലേ, ഇത് കഴിഞ്ഞിട്ടുള്ള ജോലിയെ എനിക്കുള്ളൂ. അച്ഛനും അമ്മയും സംസാരിച്ച് വഴക്ക് തീർക്കട്ടെ, സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമുണ്ടോ എന്ന് നിധിയോടായി പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുകയാ രണ്ടുപേരും. ഉമ്മറത്തെത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന അച്ഛനെ കണ്ട് നിധിയും നികേഷ് ഇപ്പോ സന്തോഷത്തോടെ ഇരിക്കുക. അവന്റെ സന്തോഷം ഇല്ലാതാക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. അവനൊരു ചെറിയ പയ്യനല്ലേ, അവന്റെ ഫീലിങ്സ് കുറച്ചെങ്കിലും മനസ്സിലാക്കുക. അവന്റെ അമ്മയോട് അടിയുണ്ടാക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ സുധീഷിന്റെ കൂടെ കാറിൽ കയറി പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും ഭാസ്കരനും ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് നികേഷിന്റെ അമ്മയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അടുക്കളയിൽ ജോലിയിലായിരുന്നവർ അങ്ങോട്ടെത്തുമ്പോഴേക്കും എന്തുദ്ദേശത്തിലാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ, അത് പറ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നു. എനിക്കെന്തുദ്ദേശമാ, എന്നോട് എന്താ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നെന്ന് അവരും. റിപ്പോർട്ട് സംസാരിക്കുന്നെന്നോ? അല്ല, ചെറിയ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നത് പോലെ നിന്നെ കൊഞ്ചിക്കാം. എന്നെപ്പറ്റി എനിക്കറിയില്ലെന്ന് വിചാരിച്ചോ? നീ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് നിനക്കും അറിയാം എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും എന്തായിരുന്നാലും അവൻ എന്റെ മകനല്ല, അവൻ എന്റെ മോനല്ലെന്ന് നിങ്ങൾക്ക് പറയാനാവുമോ എന്ന് അവരും ചോദിക്കുന്നുണ്ട്. അവൻ നിന്റെ മോനല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നാ പറഞ്ഞു. വേഗം ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, നിന്നെ കണ്ടാലേ അറിയാം നീ എന്തോ കണക്ക് കൂട്ടിയ വന്നിരിക്കുന്നെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും എന്ത് കണക്ക് കൂട്ടാനാ, ഇത്ര നാളും എന്റെ മോന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല, ഇനിയെങ്കിലും അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കേ, വെറുതെ ഓരോന്ന് വിളിച്ചു പറയരുതെന്ന് അവർ പറയുന്നുണ്ട്. അത് കേൾക്കെ ഭാസ്കരനും നീ കളിക്കുന്ന ഈ നാടകം ഈ വീട്ടിലെല്ലാവരും വിശ്വസിച്ചു എന്ന ധൈര്യത്തിലല്ലേ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും വിശ്വസിക്കാതിരിക്കാൻ ഞാൻ എന്താ ചെയ്തത് എന്നവരും ചോദിക്കുന്നുണ്ട്. നടക്കട്ടെ, നിന്റെ നാടകം എവിടം വരെ പോവുമെന്ന് കാണാലോ. നിന്റെ കഴുത്തിന് പിടിച്ച് ഈ വീടിന് വെളിയിൽ തള്ളാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ അങ്ങനെ ചെയ്ത ഈ വീട്ടിലുള്ളവരെല്ലാരും അമ്മയും മോനെയും പിരിച്ചെന്ന് കുറ്റപ്പെടുത്തും. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇറക്കി വിടാതിരിക്കുന്നത്. പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവുമ്പോൾ മനസ്സിലാവട്ടെ, നിന്റെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഭാസ്കരനും അവിടെ നിറങ്ങി പോവുകയാണ്. ഞാൻ വന്നത് തൊട്ടേ എന്നോട് നിങ്ങൾ ദേഷ്യത്തിലാണല്ലോ, ഇനി എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാനും നോക്കട്ടെ എന്നവരും ഉമ്മറത്തേക്ക് നോക്കി വിളിച്ചു പറയുമ്പോഴേക്കും അവരെ നോക്കി കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ഭാസ്കരനും അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. അവർ ടെൻഷനോടെ ആ ഡൈനിങ് ഹാളിലേക്ക് ഇരിക്കുമ്പോഴേക്കും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിന്റെ കോൾ വരുന്നുണ്ട്. അവർ സംശയത്തോടെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ഭാസ്കരൻ സൈക്കിളും എടുത്തു പോകുന്നത് കാണെ അവരും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞതല്ലെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അവിടെ എല്ലാം സെറ്റിലായില്ലെന്ന് അയാളും ചോദിക്കുന്നുണ്ട്. ഇവിടെ സെറ്റിലായോന്നോ? ഭാര്യയെ തനിയെ ഉപേക്ഷിച്ചു പോവാൻ ഒരു നാണവുമില്ലായിരുന്നല്ലോ. ദൈവമായിട്ട് എനിക്ക് താമസിക്കാൻ ഒരു ഇടം കണ്ടെത്തി തന്നപ്പോ അതും ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ പദ്ധതി എന്നവർ ചോദിക്കുമ്പോഴേക്കും ശരി ശരി, ക്യാഷ് കിട്ടാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തിയോന്ന് അയാളും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ പണം റെഡിയായോ എന്ന് ചോദിച്ചാൽ എന്താ ഈ ചോദിക്കുന്നതെന്ന് അവർ വീണ്ടും ചോദിക്കുമ്പോഴേക്കും നീ അങ്ങനെ അവിടെ സെറ്റിൽ ആവരുത്, നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അത് കൊടുത്തു തീർക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാനാവില്ല, അതിനെന്തു ചെയ്യാമെന്ന് നീ ആലോചിക്കുക. കടക്കാരെ പേടിച്ച് അവിടെ തന്നെ താമസിക്കാമെന്ന് തീരുമാനിക്കരുത്, നിന്നെ പോലെ ഞാൻ അത്ര സേഫ് അല്ല ഇവിടെ, ഞാനും നിന്റെ കൂടെ അവിടെ വന്ന് താമസിച്ചാലോന്ന് വിചാരിക്കുക എന്നയാൾ പറയുമ്പോഴേക്കും ഇനി നിങ്ങൾ കൂടി വരാത്തതിന്റെ കുറവേ ഉള്ളൂ, ഞാൻ വന്നതേ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നവർ പറയുമ്പോഴേക്കും അവർക്ക് എന്താ പ്രശ്നമെന്ന് അയാളും ചോദിക്കുക. അത് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം, ഞാൻ പണത്തിന് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, നികേഷിന് എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി എന്നവർ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അവനെ കണ്ടപ്പോഴേക്കും മാതൃസ്നേഹം അടക്കാനാവുന്നില്ലേ, അതൊക്കെ ഇവിടെ അടക്കി നിർത്തിയിട്ട് പണത്തിനെന്താ വഴി എന്ന് ആലോചിക്കുക. ഞാനിവിടെ തീച്ചുളയിലാ നിൽക്കുന്നത്, കടം കൊടുക്കാനുള്ളവർ എന്നെ കണ്ടുപിടിച്ച എന്നെ കൊന്നു കൊല വിളിക്കും, എന്നെ കൊണ്ട് അധിക നാളൊന്നും ഒളിച്ചു താമസിക്കാനാവില്ല, അവരെങ്ങനെയെങ്കിലും എന്നെ കണ്ടുപിടിക്കും, കുറച്ചുനാൾ അവിടെ താമസിച്ച് എങ്ങനെയെങ്കിലും പണത്തിനുള്ള വഴി കണ്ടെത്തും എന്നയാൾ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ശരി ശരി, നിങ്ങൾ ഫോൺ വെക്കേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് ചെന്ന്
നിധിയുടെ റൂമിലെ അലമാരയും പെട്ടിയും ബാഗുമെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് അവർ സുഭാഷിന്റെ റൂമിലുമെത്തി. അവിടുത്തെ അലമാരയും പെട്ടിയും ബാഗുമെല്ലാം തിരച്ചിലോട് തിരച്ചില. ക്യാഷ് ഒന്നും കണ്ടെത്താൻ കഴിയാതെ ടെൻഷനോടെ അവരും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.